ഇന്ന് അവൻ വന്നാലെങ്കിലും നീ ആ ഇഷ്ടമൊന്ന് തുറന്നു പറയും കേട്ടോ. ഇനിയും ഇങ്ങനെ പറയാണ്ട് വെച്ചാലൊന്നും നടക്കത്തില്ലടാ. പറയണം, പക്ഷെ എനിക്കുള്ളതിൻ്റെ 1% ഇങ്ങോട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് 1% പോലും ഉറപ്പില്ല. അത് വേറെ കാര്യം. കാരണം നിനക്കറിയാലോ, അവൻ ഒരു ബോയ് തന്നെയാണ്. പിന്നെ അവന് വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഞാനറിയത്തില്ല. ഞാൻ ഈ ഷോപ്പ് തുടങ്ങി അന്ന് തൊട്ടുള്ള കസ്റ്റമർ അവൻ എൻ്റെ. അന്ന് തൊട്ടുള്ള പ്രേമമാണ് ഈ വൺ സൈഡ്. അല്ലെങ്കിലും ഈ വൺ സൈഡൊക്കെ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. വൺ സൈഡ് എല്ലാം ഓക്കെ, പക്ഷെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം. ഇതിപ്പോൾ ഷോപ്പ് തുടങ്ങിയിട്ട് ഇത് എത്ര വർഷമായി? നീ ഇങ്ങനത് മനസ്സിലൊന്നും കൊണ്ട് നടക്കൊന്നും വേണ്ട. വേറെ ആരെങ്കിലും കുത്തി കൊണ്ടുപോയാൽ തിരിയും അതിൻ്റെ വേദന വേറെ. വൺ സൈഡില ഒരേ നേരം മധുരമുള്ളതും അതിലേറെ കയ്പുള്ളതുമാണ്. അവനൊന്ന് നോക്കിയിരുന്നാൽ മതി, ആ ദിവസം മൊത്തം ഞാൻ ഹാപ്പി ആവാൻ. അവൻ എന്നും വരാറുണ്ടല്ലോ, അന്നൊക്കെ എന്നും ഞാൻ നോക്കിയിരിക്കും. പക്ഷെ അവൻ അറിയുന്നില്ല അവനെ ഇങ്ങനെ ഒരാൾ നോക്കിയിരിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവന് ഇഷ്ടമുണ്ടെന്നോ ഒന്നും. അവൻ എന്താണ് എവിടെ നിന്നാണ് എന്നൊന്നും എനിക്ക് ഇതുവരെ അറിയില്ല. അവനെന്നും ഈ കടയിൽ വരും, അപ്പം ഞാൻ കാണും. പുറത്തു പോയ കണ്ടലാണെ പോലും അന്ന് എൻ്റെ കണ്ണുകൾ നോക്കുന്നത് അവൻ്റെ കണ്ണുകളെ മാത്രമായിരിക്കും. കാരണം അവൻ ഓരോ ദിവസം കൂടുന്തോറും എൻ്റെ ഉള്ളിൽ തീക്കടൽ ചൊരിയുവാണ്. ലൈക്ക് ആഴത്തിൽ അവനുള്ള പ്രേമം ഹൃദയത്തിൻ്റെ അറയിൽ ഇറങ്ങി വീഴുന്ന പോലെ. എനിക്ക് എങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. മതിയായി, ഇനി എല്ലാം പറയണം. ഹലോ. ആ, രണ്ടുപേരുണ്ടല്ലോ. അവനിന്ന് ലീവാട്ടോ. അവനിന്ന് ഇവിടെ ഹാജരാവാൻ പറ്റത്തില്ല, സുഖമില്ല. എനിക്കാണെങ്കിലോ ഇവിടെയുള്ള കോഫിയും ഒരു പീസ് കേക്കും മസ്റ്റാണ്. അപ്പം ഞാനത് ഓർഡർ ചെയ്തിരിക്കുന്നു. ഞാൻ അവിടെ പോയിരിക്കാം കേട്ടോ. പെട്ടെന്ന് എടുക്ക്, പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഇതാ. ശരി. ഇയാളപ്പോൾ നല്ല മൂഡിലാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. പറഞ്ഞോ, കേൾക്കട്ടെ. അത് പറയാതിരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് പറയാം. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. ഞാൻ കുറച്ചു കാലമായി ഇങ്ങനെ ചിന്തിക്കുന്നു. എനിക്കറിയാം താനെങ്ങനെ ഇത് പ്രതികരിക്കാം. പക്ഷേ ഈ വർഷങ്ങളോളം എനിക്കതിനൊരു സൊല്യൂഷൻ ഇല്ലായിരുന്നു. ലൈക്ക് പറയ് എന്നെൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ പോലും ഞാൻ പറഞ്ഞ് ഇങ്ങനെ തന്നെ പ്രതികരിക്കാം, എന്നെപ്പോലെ ആവണമെന്നില്ലല്ലോ എല്ലാവരും. പക്ഷേ പിന്നെ എപ്പോഴോ ചിന്തിച്ചു, ഇത് മനസ്സിൽ വെച്ച് നടക്കുമ്പോൾ അതിനെക്കാട്ടി അല്ലത് പറഞ്ഞു തീർക്കുന്നതാണല്ലോ. ഈ വൺ സൈഡ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ. ഞാൻ ഈ ഷോപ്പിലെത്താൻ വന്നു തൊട്ടിന്ന് വരെ എൻ്റെ കണ്ണുകൾ തന്നെ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അറിയില്ല പറയുന്നത് തെറ്റാണോ, പക്ഷേ ഐ എം ടോട്ടലി ഫൈൽ ഫോർ യു. എനിക്കിനി അത് മാറ്റി എഴുതാൻ പറ്റുമോ അറിയില്ല. മാറ്റി എഴുതാൻ പറ്റിയിരിക്കണം, അല്ലാതെ ഇപ്പം എന്താ? എനിക്കൊന്നേ പറയാനുള്ളൂ, ഐ എം നോട്ട് ഗേ. ഓൾസോ എനിക്കിതിനായിട്ടും അങ്ങനെ ഒരു ഫീലിങ്സ് ലോകത്ത് ഒരാളോട് പോലും തോന്നിയിട്ടില്ല. അതാണ് സത്യം. എനിക്ക് തോന്നുമില്ല. എനിക്ക് സിംഗിളായി ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനിഷ്ടം. കുട്ടിയും കുടുംബവും അതുപോലെ അതിൻ്റെ ഇടയിലുള്ള വഴക്കും അതൊന്നും അനുഭവിക്കാൻ എനിക്ക് താല്പര്യമില്ല. കുറേ ആൾക്കാരുടേത് കണ്ടെടുത്തോളം ഈ പ്രണയം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. പൊട്ടിക്കഴിഞ്ഞാലോ മരണവേദന. കൂടെ ഉണ്ടാകുമ്പോൾ നല്ല സുഖമായിരിക്കും. അതൊന്ന് തകർന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ മറ്റാൾ പ്രാണം പോയ രീതി കിടന്ന് കരയും. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? ഒന്നെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ മറ്റാൾ സ്വയം അങ്ങ് ഇല്ലാണ്ടാവും. എന്തിനാ വെറുതെ ഇതൊക്കെ തലയിൽ കയറ്റി വെക്കുന്നത്? എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ ഭാരം തലയിൽ വയ്ക്കാൻ ഒട്ടും താല്പര്യമില്ല. എനിക്ക് ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ് ഇഷ്ടം. നമുക്ക് വേണേൽ ഫ്രണ്ട്സ് ആവാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നേക്കും. താൻ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി. തനിക്ക് ഈ കുടുംബമൊന്നും അത് വേണ്ട, അതിനിടയിൽ ഉണ്ടാവുന്ന വഴക്കും ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ എല്ലാവരുടെ പ്രണയവും കള്ളാവണമെന്നില്ലല്ലോ. കള്ളമാക്കി ടൈം പാസ്റ്റ് പ്രണയിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫീലിങ്സിന് വില കൊടുക്കാതെ അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അതുപോലെ എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല.
എന്താ പറയാനാ, തൻ്റെ സമ്മതം വേണ്ടല്ലോ എനിക്ക് തന്നെ പ്രണയിക്കാൻ. അത്ര എനിക്ക് മതി. ഇതുവരെ പ്രണയിച്ച എക്സ്പീരിയൻസ് എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രണയിക്കുന്ന ആളുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുമില്ല. ഞാൻ നിന്നെ കണ്ടത് ഒരു കുക്ക്, എനിക്ക് പ്രിയപ്പെട്ട കേക്ക് ഉണ്ടാക്കി തരുന്ന എൻ്റെ കുക്കായിട്ടും അതുപോലെ ഈ ഒരു ഷോപ്പിൻ്റെ ഓണറായിട്ടാണ്. വേറെ രീതിയിലൊന്നും എനിക്ക് നിന്നെ കാണാൻ ഇതുവരെ പറ്റിയില്ല. ഓൾസോ ഞാനൊരു ഗേ അല്ല. എനിക്കൊരിക്കലും ഈ സമൂഹത്തിൽ അങ്ങനെ ജീവിക്കാനാവില്ല. സൊസൈറ്റി അത്രയ്ക്ക് മോശം. അതുപോലെയായിട്ട് ഞാനായപ്പോലും ആ സൊസൈറ്റി അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് ഇതിൻ്റെ എഗെയിൻസ്റ്റ്. എനിക്ക് നിന്നോട് പറയാനുള്ളൊരു കാര്യമുള്ളൂ, എനിക്ക് നിന്നെ ഒരിക്കലും തിരിച്ച് പ്രേമിക്കാൻ പറ്റത്തില്ല. പക്ഷെ നീ കിട്ടില്ലെന്ന് പറഞ്ഞിട്ടും നീ ഇനിയും എന്തിനും എന്നെ പ്രേമിക്കാൻ നോക്കുന്നേ? നിനക്കെന്നെ ഒരിക്കലും നിൻ്റെ ലൈഫിൽ കിട്ടില്ല. അപ്പം നിനക്കതൊന്ന് മനസ്സിലാക്കിക്കൂടെ? എടാ ഒരു കാര്യം, നീ എന്നെ പ്രപ്പോസ് ചെയ്തിട്ട് ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യാത്തതുപോലെ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ട് നീ അക്സെപ്റ്റ് ചെയ്യാത്ത എത്ര പേരുണ്ട്? നീ ഒന്ന് അവരെ നോക്ക്. അല്ലെങ്കിൽ ഇപ്പം നിനക്കുള്ള സങ്കടം അതുപോലെ നീ റിജക്റ്റ് ചെയ്യുമ്പം നീ അനുഭവിക്കുന്ന ഈ സങ്കടം, ഞാൻ റിജക്റ്റ് ചെയ്തപ്പോൾ നീ അനുഭവിക്കുന്ന സങ്കടം നീ റിജക്റ്റ് ചെയ്തപ്പോൾ അവരനുഭവിച്ച് കാണില്ലേ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെ ഒരു ഇത് നോക്കൂ, നിൻ്റെ ലൈഫ് ഹാപ്പി ആയിരിക്കും. എനിക്കൊരിക്കലും നിന്നെ തിരിച്ച് പ്രേമിക്കാനോ ഒരിക്കലും പറ്റത്തില്ല. നിനക്കൊരു അത്രക്കും ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു പെണ്ണാണെങ്കിൽ ഞാനിപ്പോൾ നിന്നെ പ്രേമിച്ചേനെ, സത്യം കിട്ടും. സോറി, ഐ എം വെരി സോറി. ആരെയും ഫോഴ്സ് ചെയ്ത് എന്നെ പ്രേമിക്കാൻ പറയാനൊന്നും എനിക്കിഷ്ടമല്ല. നിനക്കെന്നെ ഇഷ്ടമാവില്ല എന്നറിയാം. എന്നാലും പറയാനുള്ളത് പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ നിനക്കുള്ള സ്ഥാനം ഒരിക്കലും മറ്റൊരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അത് ഞാൻ ഇപ്പോഴും വീണ്ടും ക്ലിയർ ചെയ്യാം. പിന്നെ ഇനിയൊരു അവസരം ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. കാരണം നിന്നെ മറക്കുമെങ്കിൽ എനിക്ക് എപ്പോഴും മറക്കാം. ഈ ഒരു വർഷം നീ തന്നെയായിരുന്നു മനസ്സിൽ. ഇനിയും അങ്ങനെ ആയിരിക്കും. എപ്പോഴെങ്കിലും എൻ്റെ ഉള്ളിലെ പ്രണയം മനസ്സിലാക്കി നീ നീ എന്നെ തേടി വരുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. സോറിടാ, ഒരിക്കലും പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പാർട്ട്ണർ അതൊന്നും എനിക്ക് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ നിൻ്റെ ഉള്ളിൽ ഇനിയും ഞാൻ ഇങ്ങനെ എന്നെ പറ്റിയുള്ള ചിന്തകളോ, നീ എന്നെ കാണാണ്ടിരുന്നാൽ തന്നെ നീ എന്നെ മറക്കും. പകുതിയോടെ നീ മറന്നു പോകും. അപ്പോൾ ഇനി നമ്മൾ കാണില്ല. ഇത് നിനക്കും എനിക്കും വേണ്ടി ഒരു നല്ല ഡിസിഷനാണ്. പിന്നെ ഇനി എന്നെ ആലോചിച്ച് നീ നിൻ്റെ ടൈം കളയരുത്. നല്ലൊരാളെ കെട്ടി ജീവിക്കും. ഓക്കെ? നിങ്ങൾക്ക് എന്തോ ഒന്ന് എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ പ്രണയം ഒന്ന് മനസ്സിലാക്കാനാവാത്ത ഞാനൊരാണായി പോയതാണോ? എനിക്ക് നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോയാൽ എനിക്കതൊട്ടും സഹിക്കാനാവില്ല. പ്ലീസ്, ഞാനിങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് ഇവിടെ വരാതിരിക്കരുത് പ്ലീസ്. എടാ, ഞാനിനി ഇവിടുന്ന് പോവാണ്. അതായത് ഞാനൊരു നല്ല ഡിസിഷൻ എടുത്തു. ഇനി ഒരിക്കലും നീ എന്നെപ്പറ്റി ചിന്തിച്ച് നിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഫോർ സം വൺ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി. ഓക്കെ? നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്. നീ ഇങ്ങനെ ഇമാജിനറി ലൈഫിൽ ജീവിക്കരുത്. ഇറ്റ്സ് ജസ്റ്റ് ഇമാജിനറി ലൈഫ്, നോട്ട് റിയൽ ലൈഫ്. റിയൽ വേറെ, ഇമാജിനറി വേറെ. റിയലിലുള്ള ആളല്ല ഇമാജിനറി ലൈഫിലുണ്ടാവുന്നത്. ഇമാജിനറി ലൈഫിലുള്ള ആളല്ല റിയലിലുണ്ടാവുന്നത്. ടു ഹിറ്റ്സ് ഡിഫറെൻറ്റ്. നീ അത് മനസ്സിലാക്കണം. മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകണം. പ്രണയമൊന്നും എനിക്ക് പറ്റിയ പരിപാടിയല്ല. കാരണം ഞാൻ എന്താണോ, എൻ്റെ ക്യാരക്ടർ എന്താണോ എല്ലാം അടുത്തറിയുന്നത് എൻ്റെ ഫ്രണ്ടിന് മാത്രമാണ്. സോ ഇനിയും നീ എന്നെ ആലോചിച്ച് നിൻ്റെ ടൈം വേസ്റ്റ് ആക്കരുത്. എന്നെ പ്രേമിക്കരുത്. എന്നെപ്പറ്റി ചിന്തിക്കരുത്. നിനക്കറിയാമല്ലോ എനിക്കിഷ്ടമല്ലത്. നിനക്കെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സമ്മതം വേണ്ടെന്ന് നീ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ബട്ട് എനിക്കിഷ്ടമല്ലത്. എന്നെപ്പറ്റി നീ ചിന്തിക്കണ്ട. എടാ, എന്തായി? നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അതന്നെ നടന്നത്. അതുപോലെ തന്നെ അതിൽ കൂടുതലൊന്നും എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. അവനെ ഇനി ഞാൻ മറക്കണം. അവനിനി പ്രേമിക്കരുത്. എനിക്ക് മനസ്സിലായിട്ട് പോലും ഇനി അവനെ പ്രേമിക്കാനുള്ളൊരു അവകാശം അവൻ തരുന്നില്ല. അവൻ്റെ ലൈഫിൽ എന്തൊക്കെയോ ഉണ്ട്. എന്നോട് പറഞ്ഞു ഇനി ഈ കടയിൽ അവൻ വരില്ല എന്ന്. എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്?
എൻ്റെ ഫീലിങ്സിനൊന്ന് മാനിക്കായിരുന്നു. ലൈക്ക് ഞാൻ ഒരു ഹ്യൂമനാണ്. മനുഷ്യന്മാരൊക്കെ ജെൻഡർ നോക്കി നിന്ന എന്താ എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. അവനെന്നും എൻ്റെ ലവ് തന്നെയാണ്. എടാ, നീലാത്തതൊക്കെ നോക്കിയിട്ട് അവന് വന്നായിരുന്നു എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാൻ റിജക്റ്റ് ചെയ്തു. എൻ്റെ ഉള്ളിൽ എത്ര സങ്കടം ഉണ്ടെന്നറിയോ. എനിക്ക് അവൻ്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരയാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ മുമ്പിൽ ഞാൻ എന്തായിട്ടാണ് നിന്നെന്നറിയോ, ഈ അഗെയിൻസ്റ്റ്. ഞാൻ സൊസൈറ്റിയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേദനിപ്പിച്ചു. അതുപോലെ എന്തോ അവന് ഇഷ്ടമല്ല എനിക്ക് നിന്നെ ഞാൻ ജസ്റ്റ് ഒരു കുക്കായിട്ട്, അതുപോലെ ഈ ഷോപ്പിൻ്റെ ഓണറായിട്ടും ഒരുപാട് ഈ ഷോപ്പിൽ ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ ഒരുപാട് ഹേർട്ട് ചെയ്തു. കാരണം എന്താ, ഒരിക്കലും ഒന്നിക്കാനാവില്ലല്ലോ. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ജീവിക്കുന്നത്. അങ്ങനെയുള്ള അവനിക്ക് ഞാനൊരു വീണ്ടും ഒരു പ്രതീക്ഷ പോലെ കൊടുത്ത് അവൻ്റെ ലൈഫിലുണ്ടാക്കാൻ എന്നെക്കൂടൊട്ടും വയ്യ. അവനോട് ഞാൻ പറഞ്ഞു, എന്നെ നീ സ്നേഹിക്കരുതെന്ന്. എനിക്കത് ഇഷ്ടമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സത്യത്തിൽ അവൻ എന്നെ ഇഷ്ടമെന്ന് നമ്മൾ അവൻ്റെ നോട്ടത്തിൽ മനസ്സിലാക്കിയതാണ്. അന്ന് തൊട്ടല്ലേ നമ്മൾ അവൻ്റെ സ്ഥിരം കസ്റ്റമറാവാൻ തുടങ്ങിയത്. എനിക്ക് കൂടുതൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ലടാ. ഇപ്പോൾ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുക എനിക്കൊരു ദിവസം കൂടി എക്സ്ട്രാ തരുമെന്ന്. കാരണം എപ്പോഴാണ് ഞാൻ ഈ ഭൂമി വിട്ട് പോകാമെന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റുന്നില്ലടാ. മരണം മുന്നിൽ കണ്ടുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. അവനെനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ. പക്ഷെ എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാനുള്ളൊരു ഇതുപോലും ഇല്ലല്ലോടാ. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ദൈവം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ജീവിതം തന്നില്ലല്ലോടാ, വിധിച്ചില്ലടാ. അവനോട് ഇതൊക്കെ തുറന്ന് പറയണമെന്നുണ്ടടാ. പക്ഷേ മനസ്സത് സമ്മതിക്കുന്നില്ലടാ. എന്നെ കാട്ടി കൂടുതൽ അവൻ വേദനിക്കും. അതുകൊണ്ട് പോട്ടടാ, നീ സങ്കടപ്പെടാതെ. അവനോട് പറയാത്തത് അവൻ്റെ നല്ലതിന് വേണ്ടി തന്നെയല്ലേ. നമ്മൾ പറഞ്ഞ് കൂടുതലാണ് വീണ്ടും ഹേർട്ടാക്കണ്ട. അവനെ നീ 2 വർഷമായി കാണുന്നെങ്കിലും ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയത് കുഞ്ഞുനാൾ തൊട്ടല്ലേടാ, എൻ്റെ സോളും. അവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിനക്ക് എന്തെങ്കിലും വന്നാൽ നീ എന്നിട്ട് പോയാ, നീ ലോകം വിട്ടു പോയാ എൻ്റെ ഹൃദയത്തിൻ്റെ പാതി പോകുന്നത് പോലെയാ. ഒരുപക്ഷെ നീ പോയ വയ്യാലെ ഞാൻ വരും. കാരണം എനിക്കറിയില്ലടാ, നീ എൻ്റെ സോൾമേറ്റ്. എനിക്ക് നീ വേണം. നീ എൻ്റെ നിഴലായി എൻ്റെ കൂടെ വേണം. എല്ലാ കാര്യത്തിലും, തല്ലുകൂടാനും എല്ലാത്തിനും. നീ എന്നെ ഇട്ടിട്ട് പോയാ, അല്ലെങ്കിൽ ഈ ലോകം വിട്ടു പോയാ നിന്റെ ഒപ്പം ഞാൻ വരും. അതെന്താന്ന് വെച്ചാ നിനക്കറിയാലോ, നമ്മൾ 2 പേരും ഓർഫണേജിലും ഒരുമിച്ച് വളർന്നത്. ആരും ഇല്ലായിരുന്നു നമ്മുടെ ഒപ്പം. ഒരുമിച്ച് വളർന്നു, ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് ഇവിടം വരെ എത്തി. ഒരുമിച്ച് തന്നെ മരിക്കണം എന്ന് തന്നെ എനിക്ക് ആഗ്രഹമുള്ളൂ. എനിക്ക് മരണത്തിന് പേടിയില്ല. നീ പോയാൽ ഞാനും വരും. എൻ്റെ സോൾ എങ്ങോട്ട് പോകുന്നോ അവിടെ ഞാനും ഉണ്ടാവും. കാരണം യു ആർ ദ റിയൽ സോൾമേറ്റ്. എടാ, ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. ഞാൻ പോയിക്കാനാ, ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടോക്കോളാം. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ലല്ലോടാ. എനിക്ക് എൻ്റെ സങ്കടങ്ങളൊക്കെ പറയാൻ ഒരാൾ വേണ്ടേ, എൻ്റെ സന്തോഷങ്ങൾ പറയാനൊന്നും വേണ്ടേ, എൻ്റെ പ്രണയത്തെ പറ്റി പറയാൻ ഒരാൾ വേണ്ടേ? വേണം. ആടാ കുക്കി, നീ എങ്ങോട്ട് പോവാ ഈ രാവിലെ തന്നെ? ഞാൻ നിന്നെ കാണാൻ വന്നായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ല. അമ്മൻ്റെ അടുത്ത് നാട്ടിൽ പോവാ. ഇനിയും ഇവിടെയുള്ള ജോലിയൊക്കെ ഞാൻ മതിയാക്കി. എടാത്തേനെ പറ്റി എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. നീ ഫ്രീ ആണോ ഇപ്പം? ഫ്രീ ആണ്, പറ. എടാ, ചുരുക്കി പറഞ്ഞ അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവന് ഇവിടെ വരുന്നതിന് നിന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് തമ്മിൽ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തമ്മിൽ നല്ല ആരുമായിട്ടും അവനിനി ഒരു പുതിയ ബന്ധം പുലർത്താനാവില്ല.
അതിന് ഒരു കാരണമേ ഉള്ളൂ. അവന് ക്യാൻസറാണ്. അവനിപ്പോൾ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അതായത് നമുക്ക് എന്താ പറയുക, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട് ഒരു ദിവസം കൂടി തരണേ 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 എന്ന് പറഞ്ഞിട്ട്. കാരണം അവൻ ഈ ലോകം വിട്ടു പോയാൽ കൂടെ ഞാനും പോകും. കാരണം കുഞ്ഞുനാൾ തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച. പിന്നെ നിന്നോടിത് മറച്ചു വെക്കാൻ പറഞ്ഞ ഞാൻ അവനോട്. പക്ഷേ എനിക്കതിനോട് സമാധാനം കിട്ടുന്നില്ല, ഉറക്ക് തന്നെ വരുന്നില്ല. അതുകൊണ്ട് വന്ന് പറയണമെന്ന് തോന്നി. അല്ലാണ്ട് അവന് നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അവൻ നിന്നെ റിജക്റ്റ് ആക്കിയത്. അവൻ്റെ അവസ്ഥ കൊണ്ടാണ്. കേട്ടോടാ.